ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചറിലെ എലമെൻറ്റ്സ് ആയിരുന്നു. അതായത് നാച്ചുറൽ എലമെൻറ്റ്സ് എന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ആർട്ടിഫിഷ്യൽ എലമെൻറ്റ് ഡിസ്കസ് ചെയ്തു. ആർട്ടിഫിഷ്യൽ എലമെൻറ്റിൽ നമുക്കിനി പെയിൻറ്റിംഗ് ആയിട്ട് ഒരു 3 എലമെൻറ്റ് കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് കഴിഞ്ഞ ലാസ്റ്റ് ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്? ഗാർഡൻ ഫർണിച്ചർ പറഞ്ഞു, ഗാർഡൻ ഷെൽട്ടർ, ഗാർഡൻ ബ്രിഡ്ജസ്, ആൻഡ് ദെൻ പ്ലാന്റേഴ്സ്, വാട്ടർ ഫീച്ചേഴ്സ്, ആർട്ട് വർക്ക്, ലൈറ്റിംഗ്, ഇങ്ങനെ ഉള്ള ആ എലമെൻറ്റ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ റിമൈനിങ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതൊക്കെയാണ്? പേയ്മെൻറ്റ്, ഫെൻസസ്, ആൻഡ് ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈൻ ബോർഡ്. ഇതാണ് ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സുകളും ടോട്ടൽ എലമെൻറ്റ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ്. അപ്പോൾ അതിൻ്റെ യൂസസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ പറയുന്ന 3 ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ്: പേയ്മെൻറ്റ്, ഫെൻസസ്, ആൻഡ് ദെൻ സൈൻ ബോർഡ് എന്ന് പറയുന്നത്. ആൾസോ ദി ടൈപ്സ് ഓഫ് ഗാർഡൻസ്. ഗാർഡൻ ടൈപ്സ് ഏതൊക്കെയാണ്? 2 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഗാർഡൻ. എന്താണ് ഒരു ഫോർമൽ ഗാർഡൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതേപോലെ എന്താണ് ഇൻഫോർമൽ ഗാർഡൻ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അതേപോലെ തന്നെ അതിനുള്ള എക്സാമ്പിൾസ്. ഈ എക്സാമ്പിൾസിൻ്റെ ഓരോ ഗാർഡൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ഫോർമൽ ഗാർഡനിലുള്ള എക്സാമ്പിൾ ഏതാണ്, ആ എക്സാമ്പിൾ വരുന്ന ഗാർഡൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഒരു ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിഫറൻസ്? ഇതാണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഈ പറയുന്ന ഒരു ഫോർമൽ ഗാർഡൻ, ഇൻഫോർമൽ ഗാർഡൻ, ആൾസോ ദി എലമെൻറ്റ്സ്, ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ് എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ ഒരു ആർട്ടിഫിഷ്യൽ എലമെൻറ്റിൻ്റെ കണ്ടിന്യൂഷൻ, അതായത് പേയ്മെൻറ്റ്, അതിൽ സ്റ്റാർട്ട് ചെയ്യാം. പേയ്മെൻറ്റ് മീൻസ് ഇറ്റ്സ് ബേസിക്കലി വാക്ക് വേ ഓർ ഫുട് പാത്ത് ഓൺ വിച്ച് പീപ്പിൾ വാക്ക്. അതായത് പീപ്പിൾ വാക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഗാർഡനിലേക്ക് എൻട്രി ചെയ്യുന്ന ആ പറയുന്ന ഒരു ആൾക്കാർ നടക്കുന്നൊരു പാത്താണ്, അല്ലേ? ഇറ്റ്സ് എ പാത്ത് ഓർ വാക്ക് വേ ഓൺ വിച്ച് പേഴ്സൺ വാക്ക്, അല്ലേ? പേഴ്സൺസ്, ആൾക്കാർ നടക്കുന്ന ആ ഒരു പാത്തിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിനെ പറയുന്ന പേരാണ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. To indicate direction by using suitable comfortable surfaces for pedestrian compared to surface of other areas. അതായത് ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു എന്താണ് അവിടെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സർഫസ്, ഇപ്പോൾ അത് ഉപയോഗിക്കുന്ന ഒരു പെഡസ്ട്രിയൻസിന് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സർഫസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റ് സർഫസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഒരു പേയ്മെൻറ്റ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന പെഡസ്ട്രിയൻസിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സർഫസാണ് എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റും, അവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ആ സർഫസ് ഫിനിഷ് ചെയ്യേണ്ടത്. റഫ് ഫിനിഷ് ഈസ് ടു അവോയ്ഡ് ആൻഡ് പ്രിവെൻറ്റ് സ്ലിപ്പ്. അതായത് സ്ലിപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്ലൈഡിങ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി റഫ് ഫിനിഷ് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. അപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ളൊരു സർഫസ് ആണെങ്കിൽ പെട്ടെന്ന് സ്കിഡ് ചെയ്യുന്ന ചാൻസ് കൂടുതലായിരിക്കും. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് എ റഫ് സർഫസ് ഓർ റഫ് ഫിനിഷ്, ഇറ്റ് ഈസ് ടു അവോയ്ഡ് ആൻഡ് പ്രിവെൻറ്റ് സ്ലിപ്പ്. സ്ലിപ്പിനെ അവോയ്ഡ് ചെയ്യും പ്രിവെൻറ്റ് ചെയ്യും ചെയ്യുന്നു ഇഫ് ഇറ്റ് ഈസ് എ റഫ് ഫിനിഷ്. ആൻഡ് ആൾസോ ഡാർക്ക് കളേർഡ് സർഫസ് ഫിനിഷസ് അബ്സോർബ് ലൈറ്റ് എന്ന് പറയുന്നത്. ലൈറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നു ഇഫ് ദ സർഫസ് ഇസ് ഡാർക്ക് കളേർഡ്. ഡാർക്ക് കളേർഡ് സർഫസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്ന ആ പേയ്മെൻറ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഡാർക്ക് കളർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആ ഡാർക്ക് കളർ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ എലമെൻറ്റ് എന്ന് പറയുന്നതിൽ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബേസിക് പാത്ത് വേ ഓർ ഫുട് പാത്ത് ഓൺ വിച്ച് ദി പീപ്പിൾ വാക്ക്, അല്ലേ? ഒരു പീപ്പിൾ വാക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സർഫസ് എന്ന് പറയുന്നത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് എപ്പോഴും പെഡസ്ട്രിയൻ, അതായത് യാത്രക്കാർ, അവിടെ കാൽനട യാത്രക്കാർ, അല്ലേ? അവർക്ക് എന്ത് ചെയ്യുന്ന കംഫർട്ടായിട്ടുള്ള ഒരു സർഫസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അത് ഫിനിഷ് ചെയ്യേണ്ടത്. മറ്റ് ഏരിയാസിന് ഇറ്റ്സ് ടു അവോയ്ഡ് ആൻഡ് പ്രിവെൻറ്റ് സ്ലിപ്പ്. ഇപ്പോൾ സ്ലിപ്പോ അല്ലെങ്കിൽ ഒരു സ്കിഡോ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റഫ് ഫിനിഷ് കൊടുക്കുക. അല്ലാതെ സ്മൂത്ത് സർഫസ് ആവുന്ന കേസിലാണ് പെട്ടെന്ന് സ്കിഡ് ചെയ്യാനും സ്ലിപ്പ് ചെയ്യാനും ചാൻസ് കൂടുതലായിട്ട് വരുന്നത്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ഡാർക്ക് കളേർഡ് സർഫസ് ആണ്. അപ്പോൾ നമ്മൾ സർഫസ് ഡാർക്ക് കളേർഡാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്, അതായത് അപ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഡാർക്ക് കളറാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈറ്റ് അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഡാർക്ക് കളറിനുണ്ട്. അതാണ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ എലമെൻറ്റിൽ പറയുന്നത്. നെക്സ്റ്റ് fences means it's a freestanding structure
ഇറ്റ് ഇസ് ഡിസൈൻ ടു റെസ്ട്രിക്റ്റ് ഓർ പ്രിവെൻറ്റ് മൂവ്മെൻറ്റ് അക്രോസ് എ ബൗണ്ടറി. അതായത് ഫെൻസസ് എന്ന് പറയുന്നത് ഒരു ഫ്രീ സ്റ്റാൻഡിങ് സ്ട്രക്ചറാണ്. സാധാരണ ഒരു ഫെൻസ് എന്ന് പറഞ്ഞാൽ വേലി എന്നാണ് അല്ലേ, ഒരു ബൗണ്ടറിയാണ്. എന്തിനാണത് ഡിസൈൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റെസ്ട്രിക്റ്റ് ഓർ പ്രിവെൻറ്റ് ദി മൂവ്മെൻറ്റ് അക്രോസ് എ ബൗണ്ടറി അല്ലേ. ഒരു ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ്മെൻറ്റ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുക എന്നതാണ് അല്ലേ. ഒരു ബൗണ്ടറി, ഒരു അതിർത്തി ഉണ്ടെന്ന് വിചാരിക്കുക. ആ അതിർത്തിയുടെ അപ്പുറത്തേക്ക് ആ ഒരു രണ്ട് സൈഡിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പാടില്ല അല്ലേ. അതായത് അനാവശ്യമായിട്ട് ഒരാളും ആ പറയുന്ന ഒരു ഏരിയയിലേക്ക് കടന്നു വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഫെൻസ് കെട്ടി അടയ്ക്കുകയാണ്, ഒരു വേലി കെട്ടി അടയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, അത് വേറെ പുറത്തുനിന്നല്ല അനാവശ്യമായിട്ടുള്ള വസ്തുക്കളോ ഒന്നിൻ്റെയും തന്നെ എന്തുണ്ടാവില്ല, മൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ല. അപ്പോൾ ശരിക്കും ഒരു ഫെൻസ് എന്തിനാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടു റെസ്ട്രിക്റ്റ് ഓർ പ്രിവെൻറ്റ് ദി മൂവ്മെൻറ്റ് അക്രോസ് എ ബൗണ്ടറി. ബൗണ്ടറിക്ക് ചുറ്റുമുള്ള മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫെൻസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് വാട്ട് ദ ഫങ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു ഫെൻസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിവൈഡ് ദ സ്പേസ് ഓർ ഏരിയ അല്ലേ. ഒരു സ്പേസ് അല്ലെങ്കിൽ ഏരിയനെ ഡിവൈഡ് ചെയ്യുന്നു എന്നതാണ് ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു ഏരിയയെ അതെന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഫെൻസ് കെട്ടുമ്പോൾ എന്താണ്, തീർച്ചയായിട്ടും ആ ഒരു ഏരിയ അത് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് ടു ഹൈഡ് ദി അൺപ്ലസൻറ്റ് വ്യൂ. അൺപ്ലസൻ്റ് ആയിട്ടുള്ള വ്യൂ എന്തെങ്കിലും, ഇപ്പോൾ നമ്മുടെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു വസ്തു, ഇപ്പോൾ ഒരു ജസ്റ്റ് എന്തെങ്കിലും മണ്ണോ എന്തെങ്കിലും അവിടെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ കല്ലുകൾ എന്തെങ്കിലും കൂട്ടിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യണം, മറച്ച് വെക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫെൻസ് കെട്ടി അടച്ചാൽ മതി, ഒരു മതിലോ എന്തെങ്കിലും കെട്ടി അടച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഭാഗത്തെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഭംഗിയില്ലാത്ത അല്ലെങ്കിൽ അൺപ്ലസൻ്റ് ആയിട്ടുള്ള വ്യൂ എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അതിനെ ഹൈഡ് ചെയ്യാൻ, മറയ്ക്കാനുള്ള ഒരു അതും കൂടിയായിട്ട് അതിനുകൂടി നമുക്ക് ഫെൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആൻഡ് ദെൻ സെക്യൂരിറ്റി ഫ്രം ഇൻട്രൂഡേഴ്സ്. അതായത് ഒരിക്കലും എന്താണ്, അനാവശ്യമായിട്ട് ഒരാളും അതിനകത്തേക്ക് കയറി ചെല്ലാൻ പാടില്ല അല്ലേ. അപ്പോൾ അതായത് ഇൻട്രൂഡേഴ്സ് എന്ന് പറയുന്നത് അതാണ് അല്ലേ. അപ്പോൾ അനാവശ്യമായിട്ട് ഒരാളും അതിനകത്തേക്ക് കയറി ചെല്ലാൻ പാടില്ല. അപ്പോൾ അവർക്ക് എതിരെ ഒരു സെക്യൂരിറ്റി എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഫെൻസ് ആക്ട് ചെയ്യുന്നുണ്ട്. പറയുന്ന ആർട്ടിഫിഷ്യൽ എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫ്രീ സ്റ്റാൻഡിങ് സ്ട്രക്ചറാണ്. ആൻഡ് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ബൗണ്ടറിക്ക് അപ്പുറത്തേക്കോ അല്ലെങ്കിൽ രണ്ട് സൈഡ്സിലെ ബൗണ്ടറിയുടെ മറ്റേ സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഫെൻസസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ഡിവൈഡ് ചെയ്യുക, അൺപ്ലസൻ്റ് ആയിട്ടുള്ള വ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വെക്കുക, സെക്യൂരിറ്റി ഫ്രം ഇൻട്രൂഡേഴ്സ്, അപ്പോൾ അതിക്രമിച്ച് കയറുന്ന ആൾക്കാരുടെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊന്ന് പ്രിവെൻറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ ജസ്റ്റ് ഒരു ഗാർഡനിലാണെന്ന് വിചാരിക്കുക, അപ്പോൾ നമ്മൾ ചുറ്റും ഒരു ഫെൻസ് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി, ഒരു മതിലൊക്കെ കെട്ടി അടച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലൂടെ മാത്രമേ എന്ത് ചെയ്യുന്നു പറ്റുള്ളൂ, ആൾക്കാർക്ക് എൻ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലേ. അനാവശ്യമായിട്ടുള്ള ഒരാളും എന്ത് ചെയ്യുന്നില്ല, ആ പറയുന്ന ഗാർഡനകത്തേക്ക് കയറി ചെല്ലുന്നില്ല. അപ്പോൾ ഓൺലി ഒരു എൻട്രൻസ് പോയിൻ്റ് ഉണ്ടായിരിക്കും, അതേപോലെ ഒരു എക്സിറ്റ് പോയിൻ്റ്, അതിലൂടെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആൾക്കാർക്ക് കയറാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവിടെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ പറയുന്ന ഒരു ഫെൻസ് കെട്ടി അടച്ചിട്ടുണ്ടാവുകയാണ് ചെയ്യുന്നത്. ഫെൻസസ് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ എലമെൻ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ഒരു ആർട്ടിഫിഷ്യൽ എലമെൻറ്റ് ഡിസ്കസ് ചെയ്യാനുണ്ട്. സൈൻ ബോർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ലാൻഡ് ഓഫ് വിഷ്വൽ ഗ്രാഫിക്സ് ടു ഡിസ്പ്ലേ ഇൻഫർമേഷൻ ടു എ പെർട്ടിക്കുലർ ഓഡിയൻസ് അല്ലേ. അതായത് എന്താണ് സൈൻ ബോർഡ്, ഇപ്പോൾ നിങ്ങൾ ഗാർഡൻസിലൊക്കെ കണ്ടിട്ടുണ്ടാകും, സൈൻ ബോർഡുകൾ കണ്ടിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ എൻട്രൻസിലാണെങ്കിലും ജസ്റ്റ് ഫുൾ ഡീറ്റെയിൽസ്, ഫുൾ ഇൻഫർമേഷൻ, അതായത് ഏതിനെക്കുറിച്ചിട്ടുള്ള ആ ഗാർഡനെ പറ്റി എന്തൊക്കെ അവിടെ ഫെസിലിറ്റീസ് ആണോ ഉള്ളത് അതെല്ലാം തന്നെ ഒരു സൈൻ ബോർഡിനകത്ത് ഒരു ബോർഡിൽ അവിടെ വിഷ്വലി അതെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അവിടെ കാണിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു ഇതിനെയാണ് സൈൻ ബോർഡ് എന്ന് പറയുന്നത്. വിഷ്വലി അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാകും. ഇറ്റ്സ് എ ലാൻഡ് ഓഫ് വിഷ്വൽ ഗ്രാഫിക്സ് ടു ഡിസ്പ്ലേ ഇൻഫർമേഷൻ ടു എ പെർട്ടിക്കുലർ ഓഡിയൻസ്. ശരിക്കും ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ സൈൻ ബോർഡിലൂടെ അല്ലേ. ഇറ്റ് ഇസ് മാനിഫെസ്റ്റഡ് ഇൻ ദി ഫോം ഓഫ് എ വേ ഫൈൻഡിങ് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു അത് ഇൻഫർമേഷൻസ് കാണിക്കുകയാണ് ചെയ്യുന്നത്, മാനിഫെസ്റ്റ് ചെയ്യുക. അതായത് മാനിഫെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തുക എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അത് അവിടെ എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷൻസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ സൈൻ ബോർഡിൽ പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ സൈൻ ബോർഡ് ഇപ്പോൾ ഇൻഫർമേഷൻസ് കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ജസ്റ്റ് ഇപ്പോൾ അതിനകത്ത് എന്തെങ്കിലും വാൺ ചെയ്യണം അല്ലേ. ഇപ്പോൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ എൻട്രൻസ് പോയിന്റിലാണെങ്കിൽ നമുക്കൊരു സൈൻ ബോർഡ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഗാർഡൻ്റെ എല്ലാ ഭാഗത്തും ഓരോ ഇൻഫർമേഷൻസും നൽകിയിട്ടുള്ള ചെറിയ ചെറിയ ബോർഡ്സുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് ഇൻഫർമേഷൻസ് എങ്ങനെയുള്ളതാണെന്ന് പറയാം. അടുത്തത് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് മെറ്റീരിയൽസ് ഓഫ് സൈൻ ബോർഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോസ്റ്റ് ഓഫ് ഡിസൈൻ. അതായത് ഏത് മെറ്റീരിയൽ
ഒരു സൈൻ ബോർഡിന് നമ്മൾ ചൂസ് ചെയ്യണം എന്നത് ഡിസൈൻ കോസ്റ്റിനനുസരിച്ചിരിക്കും അല്ലേ. അതായത് അത് ഡിസൈൻ ചെയ്യാൻ എത്ര കോസ്റ്റ് ആവും എന്നതിനനുസരിച്ച് മെറ്റീരിയൽ ചൂസ് ചെയ്യാം. അതേപോലെ ഡ്യൂറബിലിറ്റി, എത്ര കാലം നിലനിൽക്കണം. ഇപ്പോൾ ഒരു സൈൻ ബോർഡ് വെച്ചു, അതിപ്പോൾ നമുക്ക് എന്താണ് ഒരുപാട് കാലങ്ങളോളം ആവശ്യമുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് അതെന്ത് ചെയ്യണം, നിലനിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കണം, ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കണം. അല്ലാതെ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ ഇന്നൊരു മെറ്റീരിയൽ നമ്മൾ സൈൻ ബോർഡ് വെച്ചു, അത് 2 ദിവസം കഴിഞ്ഞതും അതൊരു കേട് വന്നു കഴിഞ്ഞാൽ നമുക്കത് യൂസ് ഇല്ല അല്ലേ. അപ്പോൾ അങ്ങനെ പറ്റില്ല, അത് ഡ്യൂറബിൾ ആയിരിക്കണം. അങ്ങനെ അതിനനുസരിച്ചിട്ടുള്ള ഒരു മെറ്റീരിയൽ വേണം ചൂസ് ചെയ്യണമെങ്കിൽ. അതേപോലെ മെയിൻ്റെനൻസും ആവുന്നതും കുറയ്ക്കുന്ന രീതിയിൽ, അത് പിന്നെയും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വെറുതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് വേണം മെറ്റീരിയൽ ചൂസ് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഡിസൈൻ അനുസരിച്ചിരിക്കും, ഡ്യൂറബിലിറ്റിക്ക് അനുസരിച്ചിരിക്കും, ആൻഡ് മെയിൻ്റെനൻസിനനുസരിച്ചിരിക്കും ഒരു മെറ്റീരിയൽ, സൈൻ ബോർഡുള്ള മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് സൈൻ ബോർഡിലൂടെ ഇൻഫർമേഷൻസുകളാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് പറയുന്നത്. ആ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഇൻഫോർമേറ്റീവ് ആയിരിക്കാം അല്ലേ. അപ്പോൾ 2 ടൈപ്സ് ആണല്ലോ. ഒന്ന് ഇൻഫോർമേറ്റീവ് ആയിരിക്കും, അതായത് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് അതായത് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു എൻട്രൻസ് പോയിന്റിൽ, ഇപ്പോൾ ഒരു ഗാർഡൻ്റെ എൻട്രൻസ് പോയിന്റിലാണെങ്കിൽ എന്തായിരിക്കും, ആ ഗാർഡനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ആയിരിക്കും അതിനകത്ത് കൊടുത്തത്. അതായത് ഇന്ന സ്ഥലത്ത് ഇന്ന എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അല്ലേ, ഈ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ്, ലെഫ്റ്റിലേക്ക് പോയാൽ ഇന്നതാണ് എന്നൊരു ഇൻഫർമേഷൻസ് നൽകുന്നതായിരിക്കും. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഒരു പ്രിവെൻറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രൊഹിബിറ്റിംഗ് അല്ലെങ്കിൽ ഒരു വാർണിംഗ് അല്ലേ. അതായത് ജസ്റ്റ് പ്രിവെൻറ്റീവ് മെഷേഴ്സുകളായിരിക്കും അല്ലേ. എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, എന്തൊക്കെ അവിടെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് അവിടെ വേണ്ടാത്തത്, അതായത് വാൺ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ്. ഇപ്പോൾ ചിലപ്പോൾ പ്ലാസ്റ്റിക് അവിടെ വാൺ ചെയ്തിട്ടുണ്ടാകും, ബാൻ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും, അതായത് പ്ലാസ്റ്റിക് യൂസ് ചെയ്യാൻ പാടില്ല എന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, അതായത് പ്ലാസ്റ്റിക്സ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ബോർഡൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ കാണാം, സൈൻ ബോർഡ് കാണാം അല്ലെങ്കിൽ ഗാർഡനകത്തൊക്കെ. അങ്ങനെ വാൺ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്യുന്നത് പ്രിവെൻറ്റീവ് ആയിട്ടുള്ള സൈൻ ബോർഡ്സുകളും ഉണ്ടാകാം. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സൈൻ ബോർഡും ആ പറയുന്ന പെർട്ടിക്കുലർ പ്ലേസസിൽ ഉണ്ടാവും. സൈൻ ബോർഡ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻസുകൾ ഒരു ഓഡിയൻസിലേക്ക് എത്തിക്കാനുള്ള ഒരു ചെറിയൊരു ബോർഡ് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണല്ലോ അല്ലേ സൈൻ ബോർഡ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, സൈൻ ബോർഡിനുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ അത് ഡിസൈൻ കോസ്റ്റിനനുസരിച്ചും ഡ്യൂറബിലിറ്റിക്കും മെയിൻ്റെനൻസ് അനുസരിച്ചിട്ടുമാണ് ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റും. ആൻഡ് ഇൻഫർമേഷൻസ് ഏതൊക്കെ ടൈപ്പിലായിരിക്കാം, ഒരു ഇൻഫോർമേറ്റീവ് ആയിരിക്കാം, ഓർ അതർവൈസ് ഇറ്റ്സ് എ പ്രിവെൻറ്റീവ്, ഒരു പ്രൊഹിബിറ്റിംഗ് ഓർ വാർണിംഗ് ഉള്ള ഒരു എന്തായിരിക്കും ഇൻഫർമേഷൻസ് ആയിരിക്കും ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈൻ ബോർഡ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആർട്ടിഫിഷ്യൽ എലമെൻറ്റിൽ പറഞ്ഞത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ടൈപ്സ് ഓഫ് ഗാർഡനാണ്. ടൈപ്സ് ഓഫ് ഗാർഡൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർമൽ ഗാർഡൻ, സെക്കൻഡ് വൺ ഇൻഫോർമൽ ഗാർഡൻ. ഫോർമൽ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ, ലെവൽഡ് ഏരിയാസ് ആൻഡ് സിമെട്രിക്കൽ ബാലൻസ്. അതായത് എന്താണ് ഒരു ഫോർമൽ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ്, അതായത് ഒരു ഗാർഡൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഒറ്റ ഒരു സ്ട്രെയിറ്റ് ലൈനായിരിക്കും, അതായത് ധാരാളം വളവുകളൊന്നും ഇല്ലാത്ത ഒരു പ്രദേശമായിരിക്കും. അങ്ങനെയാണ് ആ ഗാർഡൻസിൻ്റെ പ്രത്യേകത. ആൻഡ് ലെവൽഡ് ഏരിയ ആയിരിക്കും, ഒരിക്കലും എന്തുണ്ടാവില്ല ഒരു കുന്നോ അല്ലെങ്കിൽ ഒരു താഴ്ച അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ഒരു ലെവൽഡ് ഏരിയ ആയിരിക്കും. ആൻഡ് സിമ്മട്രിക്കൽ ബാലൻസ് ആയിരിക്കും, അതായത് ഇപ്പോൾ അവിടെ ഒരു പ്ലാന്റ്സ് വെച്ച് പ്ലാന്റ് ചെയ്തായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ആർട്ടിഫിഷ്യൽ എലമെൻറ്റ് ഫർണിച്ചേഴ്സ് ആയിക്കോട്ടെ, ഷെൽട്ടേഴ്സ് പ്രൊവൈഡ്, ഇതിലെല്ലാം ഒരു സിമ്മട്രി ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരു സൈഡിൽ നമ്മൾ എങ്ങനെയാണോ അവിടെ കാണുന്നത് അതേപോലെ ആയിരിക്കും ചിലപ്പോൾ മറ്റൊരു സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിലൊരു സിമ്മട്രി ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഏതിന്, ഫോർമൽ ഗാർഡനിൽ. അപ്പോൾ ഫോർമൽ ഗാർഡൻ എന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ധാരാളം വളവുകളില്ലാത്ത ഒരു പെർട്ടിക്കുലർ ഗാർഡൻ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഈ ഗാർഡൻ കൊടുക്കുന്നത്. ലെവൽഡ് ഏരിയ ആയിരിക്കും, ഒരിക്കലും അവിടെ എന്തുണ്ടാവില്ല കുന്നുകളോ അല്ലെങ്കിൽ ഒരു താഴ്ചയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ലെവൽഡ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ഏരിയ ആയിരിക്കും. ആൻഡ് സിമ്മട്രിക്കൽ ബാലൻസാണ് അവിടെ കൊടുക്കുന്നത്. അതായത് സിമെട്രി, ഏത് തരം അവിടെ പ്ലാന്റ് വെക്കുന്നതിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ആർട്ടിഫിഷ്യൽ എലമെൻ്റ് ആയിക്കോട്ടെ എല്ലാം അറേഞ്ച് ചെയ്യുന്നതിൽ ഒരു സിമെട്രി ഉണ്ടായിരിക്കും എന്ന് പറയാൻ പറ്റും. ആൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് മുഗൾ ഗാർഡൻ, ഇറ്റാലിയൻ ഗാർഡൻ, ഫ്രഞ്ച് ഗാർഡൻ. എക്സാമ്പിൾ ഈ പറയുന്ന ഗാർഡൻസുകളെല്ലാം ഒരു ഫോർമൽ ഗാർഡനുള്ള ഒരു എക്സാമ്പിളാണ്. ഇൻഫോർമൽ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കർവ്ഡ് ലൈൻ, അൺഈവൻ സർഫസ്, അസിമെട്രിക്കൽ ബാലൻസ്. അത് കേർവ്ഡ് ലൈൻ, അതായത് എന്താണെന്ന് പറഞ്ഞാൽ വളവുള്ളതാണ്, ധാരാളം വളവുകളുണ്ടാകും ഇൻഫോർമൽ ഗാർഡൻസിൽ.
ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കില്ല. ഏത് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇൻഫോർമൽ ഗാർഡൻസ് കൊടുത്തിരിക്കുന്ന ആ പെർട്ടിക്കുലർ ഏരിയയിൽ ധാരാളം വളവുകൾ ഉണ്ടാവാം, കേർവ്സുകൾ ഉണ്ടായിരിക്കാം. സർഫസ് ഒരിക്കലും ഈവൺ ആയിരിക്കില്ല. അവിടെ ധാരാളം ചിലപ്പോൾ ഒരു കുന്ന് പോലെ ഒരു കയറ്റം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇറക്കം അങ്ങനെയൊക്കെ ഉണ്ടാവാം. പിന്നെ അസിമെട്രിക്കൽ ബാലൻസും ആണ്. ഒരിക്കലും സിമ്മട്രി ഉണ്ടാവില്ല. അവിടെ പ്ലാന്റ് ചെയ്യുന്നതിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് എലമെൻറ്റ് വെക്കുന്നതിലായിക്കോട്ടെ, അപ്പോൾ ഫർണിച്ചേഴ്സ് അങ്ങനെയുള്ളതിലൊന്നും തന്നെ ഒരു ബാലൻസ് ഇല്ല. നമ്മൾ ഇഷ്ടത്തിന് എന്ത് ചെയ്യുന്നു, തോന്നിയ ആ പ്ലേസസിലെല്ലാം പൊസിഷൻസിലെല്ലാം തന്നെ പ്ലാന്റ്സ് വെക്കുകയും അല്ലെങ്കിൽ ആ പറയുന്ന ഫർണിച്ചേഴ്സോ ഷെൽട്ടേഴ്സുകളോ എല്ലാം പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് അസിമെട്രിക്കൽ ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇൻഫോർമൽ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമൽ ഗാർഡൻ നേരെ ഓപ്പോസിറ്റ് കേസാണ് വരുന്നത്. എക്സാമ്പിൾ ജാപ്പനീസ് ഗാർഡൻ ആൻഡ് ഇംഗ്ലീഷ് ഗാർഡൻ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് വരുന്നത് ജാപ്പനീസ് ആൻഡ് ഇംഗ്ലീഷ് ഗാർഡൻ ആണ്. ഇതാണ് 2 ടൈപ്സ് ഓഫ് ഗാർഡൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഫോർമൽ ആൻഡ് സെക്കൻഡ് വൺ ഇൻഫോർമൽ ഗാർഡൻ എന്ന് പറയാൻ പറ്റും. ഇനി ഇത് തമ്മിലുള്ള കൂടുതൽ ഡിഫറൻസ് എന്താണ് എന്ന് നോക്കാം. അതൊരു നമുക്കൊരു ടാബ്ലർ കോളം ആക്കിയിട്ട് ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഫോർമൽ ഗാർഡൻ ആൻഡ് ഇൻഫോർമൽ ഗാർഡൻ. Formal garden means it follows a strict symmetry obviously designed എന്ന് പറയാം. അതായത് ഇവിടെ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സിമ്മട്രി ഫോളോ ചെയ്യുന്നുണ്ട്, ഒരു സംശയമില്ലാതെ. അതായത് കറക്റ്റ് സിമ്മട്രിയോട് കൂടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫോർമൽ ഗാർഡൻ്റെ പ്രത്യേകത അതാണ്, കറക്റ്റ് സിമ്മട്രിയോട് കൂടി ആയിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. ഇൻഫോർമൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ നോട്ട് നെസസറിലി സിമ്മട്രിക് അറ്റ് ആൾ. ഒരിക്കലും ഒരു സിമ്മട്രി ഉണ്ടാവില്ല. അതായത് ഒരു പ്രദേശത്ത് കാണുന്നത് പോലെ ആയിരിക്കില്ല വേറൊരു സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഒരു ബാലൻസ് ഇറ്റ്സ് സ്റ്റിൽ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അറേഞ്ച് ചെയ്യുന്നതിൽ കറക്റ്റ് ഒരു ബാലൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു ബാലൻസ് അവിടെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷെ സിമ്മട്രി ഉണ്ടാവണം എന്നില്ല. പക്ഷെ അറേഞ്ച് ചെയ്യുന്നതിൽ ഒരു എന്തുണ്ട് എന്ന് പറയാൻ പറ്റും, ഒരു ഓർഡർ ഉണ്ട് അല്ലെങ്കിൽ ഒരു ബാലൻസ് അവിടെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയാം ഇൻഫോർമൽ ഗാർഡനിൽ. ദെൻ സെക്കൻഡ് പോയിൻറ്റ്, സ്ട്രോങ് ഷേപ്സ് ഇൻ പ്ലാന്റിങ് ആൻഡ് ഫോർമൽ ഫീച്ചേഴ്സ്. അതായത് ഇപ്പോൾ സാധാരണ പ്ലാന്റ് ചെയ്യുന്നതിൽ കറക്റ്റ് ഒരു ഷേപ്പ് ഉണ്ട്. കറക്റ്റ് ചിലപ്പോൾ ഒരേ ലൈനിലായിരിക്കും പ്ലാന്റിങ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്ത് ഫീച്ചേഴ്സ് വെക്കുകയാണെങ്കിലും മറ്റെന്ത് തരം എന്ത് വെച്ചാലും ഒരു കറക്റ്റ് ഒരു ഫോർമൽ ലുക്ക് ഉണ്ടായിരിക്കും. കാണുന്ന സമയത്ത് കറക്റ്റ് ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ പ്ലാന്റ് ചെയ്യുന്ന ഒരേ ലൈനിൽ തന്നെ ഒരു തരം പ്ലാന്റ്സ് വെക്കും, അടുത്തൊരു ലൈനിൽ. അല്ലാതെ കിട്ടിയ സ്ഥലത്ത് തോന്നിയ പ്ലേസസിലെല്ലാം തന്നെ പ്ലാന്റിങ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ പ്ലാന്റ്സ് വന്നു കഴിഞ്ഞാൽ തന്നെ അതെന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ഷേപ്സിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് പ്ലാന്റ്സ് ഇപ്പോൾ ഗ്രോത്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതെന്ത് ചെയ്യുന്നു, പല ഷേപ്സിലാക്കി കട്ട് ചെയ്യുന്നു. അപ്പോൾ പ്ലാന്റിങ് ചെയ്യുന്നതിലും എല്ലാം തന്നെ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഫോർമൽ ഗാർഡൻസിൽ. പക്ഷേ ഇൻഫോർമൽ ഗാർഡനിലേക്ക് വരുമ്പോൾ പ്ലാന്റിങ് ഈസ് ലൂസ്. അതായത് പ്ലാന്റ് ചെയ്യുന്നത് തന്നെ എന്ത് ചെയ്യുന്നു, പല ഭാഗത്തായിട്ടായിരിക്കും. അല്ലാതെ കറക്റ്റ് ഒരു ലൈനിൽ അല്ലെങ്കിൽ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. പിന്നെ ആ ഏത് തരം ഫീച്ചേഴ്സ് ആണെങ്കിൽ ഒരു കാഷ്വൽ ലുക്ക് മാത്രമേ ഉള്ളൂ. അതായത് കറക്റ്റ് എല്ലാം ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടല്ല അവിടെ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഗാർഡൻ ഡിസൈൻ ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റും. ആൻഡ് ഫോർമൽ ഗാർഡനിൽ നെക്സ്റ്റ് തേർഡ് പോയിന്റ് പറയുന്നത് ഓഫൻ പബ്ലിക് ഓർ സെമി പബ്ലിക് സ്പേസസ്. അതായത് ഫോർമൽ ഗാർഡൻ പ്രൊവൈഡ് ചെയ്യുന്നത് പബ്ലിക് സ്പേസസിലോ അല്ലെങ്കിൽ സെമി പബ്ലിക് സ്പേസസിലാണ് കൊടുക്കുന്നത് ഫോർമൽ ഗാർഡൻ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേസാണ് ഇൻഫോർമൽ ഗാർഡനിലേക്ക് വരുമ്പോൾ പ്രൈവറ്റ് ആൻഡ് പേഴ്സണൽ സ്പേസസിലാണ് ഇൻഫോർമൽ ഗാർഡൻ കൊടുക്കുന്നത്. ഒരു പ്രൈവറ്റ് ഏരിയയിൽ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഏരിയയിലാണ് ഇൻഫോർമൽ ഗാർഡൻസ് കൊടുക്കുന്നത് എന്ന് പറയാൻ പറ്റും. ആൻഡ് സ്ട്രക്ചേഴ്സ് ഓഫ് ഡിസൈൻ ഈസ് ക്ലിയർ ആൻഡ് അപ്പാരൻ്റ് എന്ന് പറയാൻ പറ്റും. അവിടെ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ, അതായത് കറക്റ്റ് ഡിസൈൻ ചെയ്യുന്ന കറക്റ്റ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് നല്ല വ്യക്തമായിട്ടുള്ള രീതിയിൽ തന്നെ പ്ലാനോടുകൂടി തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഫോർമൽ ഗാർഡൻ ഡിസൈൻ ചെയ്തെടുക്കുന്നത് എന്ന് പറയാൻ പറ്റും. കറക്റ്റ് ഒരു ഗാർഡൻ ഡിസൈൻ ചെയ്യുന്നത് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയിട്ട് തന്നെ ആയിരിക്കും എന്ന് പറയുന്നത്. അല്ലാതെ തോന്നിയ രീതിയിലല്ല പോകുന്നത്. അതെന്ത് ചെയ്യുന്നു, കറക്റ്റ് ഒരു പ്ലാനോട് കൂടി തന്നെയാണ് ആ ഡിസൈൻ അവിടെ ചെയ്തു വരുന്നത്. ഇനി ഇൻഫോർമൽ ഗാർഡനിൽ നോക്കുന്ന സമയത്ത് ഇറ്റ് മേ നോട്ട് അറ്റ് എ ഫസ്റ്റ് ഗ്ലാൻസ് ലുക്ക് ഡെലിബറേറ്റ്ലി ഡിസൈൻഡ് അറ്റ്. അതായത് നമുക്ക് ആദ്യത്തെ ഒരു ലുക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരിക്കലും ഇത് ഡിസൈൻ ചെയ്തതല്ല, അതായത് കറക്റ്റ് പ്ലാനോട് കൂടി ഡിസൈൻ ചെയ്ത് എടുത്തതല്ല ഇൻഫോർമൽ ഗാർഡൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫോർമലും ഇൻഫോർമൽ ഗാർഡനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിക്റ്റ് സിമ്മട്രി ഉണ്ട് ഫോർമലിൽ. പക്ഷേ ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ സിമ്മട്രി അവിടെ ഇല്ല, ബട്ട് ബാലൻസ് ഇസ് സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റും. ആൻഡ് ഷേപ്പ് ഇൻ പ്ലാന്റിങ് ആൻഡ് ഫോർമൽ ഫീച്ചേഴ്സിലെല്ലാം ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ലൂസായിട്ട് പ്ലാന്റ് ചെയ്യുന്നു, അതേപോലെ എല്ലാതും ഒരു കാഷ്വൽ ലുക്കാണ്. ഷേപ്പിന് യാതൊരു ഇമ്പോർട്ടൻസും ഇൻഫോർമൽ ഗാർഡനിലേക്ക് വരുന്നില്ല. പിന്നെ പബ്ലിക് ആൻഡ് സെമി പബ്ലിക് സ്പേസസിലാണ് ഫോർമൽ ഗാർഡൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൈവറ്റ് ആൻഡ് പേഴ്സണൽ സ്പേസസിലാണ്
ഇൻഫോർമൽ ഗാർഡൻ കൊടുക്കുന്നത്. ആൻഡ് സ്ട്രക്ചേഴ്സുകൾ കറക്റ്റ് ഒരു ഡിസൈൻ ഫോർമൽ ഗാർഡൻ ഡിസൈൻ ചെയ്യുന്നത് കറക്റ്റ് പ്ലാനോടുകൂടി ആയിരിക്കും. പക്ഷേ ഇൻഫോർമൽ ഗാർഡൻ അങ്ങനെയല്ല. നമുക്കത് ആ ഒരു ഫസ്റ്റ് ലുക്കിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അതൊരിക്കലും പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് എടുത്തതല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇൻഫോർമൽ ഗാർഡൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ നമുക്കൊരു ഫോർമൽ ഗാർഡൻ ഇൻഫോർമൽ ഗാർഡൻ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ഫോർമൽ ഗാർഡനിലെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മുഗൾ, ഇറ്റാലിയൻ ആൻഡ് ഫ്രഞ്ച്. ഇൻഫോർമൽ ഗാർഡൻ എക്സാമ്പിൾ ജാപ്പനീസ് ആൻഡ് ഇംഗ്ലീഷ് ഗാർഡൻ. ഈ ഒരു ഗാർഡൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. മുഗൾ ഗാർഡൻ വർ ഫോർമൽ ഗാർഡൻ വിച്ച് വർ ലേഡ് ഔട്ട് ഡ്യൂറിങ് ദ റൂൾ ഓഫ് മുഗൾ എംപറർ ഇൻ ഇന്ത്യ. മുഗൾ ഗാർഡൻ എന്ന് പറയുന്ന ഒരു ഫോർമൽ ഗാർഡനാണ്. അത് ഏത് കാലഘട്ടത്താണത് ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗാർഡൻ എന്ന് പറയുന്നത് മുഗൾ ചക്രവർത്തിയുടെ, അതായത് ഇന്ത്യയിൽ മുഗൾ എംപററിൻ്റെ ആ ഒരു പീരീഡിലാണ് മുഗൾ ഗാർഡൻ ഡെവലപ്പ് ചെയ്തത് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ അപ്പോഴാണത് ഫോം ചെയ്തിരിക്കുന്നത് മുഗൾ ഗാർഡൻ എന്ന് പറയുന്നത്. മെയിൻ ഫീച്ചേഴ്സ് ആർ ബോറോഡ് ഫ്രം പേർഷ്യൻ ഗാർഡൻ. ഇതിനകത്തുള്ള കുറേ സവിശേഷതകൾ, കുറേ ഫീച്ചേഴ്സുകൾ ബോറോ ചെയ്തിരിക്കുന്നത് പേർഷ്യൻ ഗാർഡനിൽ നിന്നാണ്. അതായത് അവരുടെ കുറേ ആ പേർഷ്യൻ ഗാർഡനിലുള്ള കുറേ പ്രത്യേകതകൾ ഈ ഒരു മുഗൾ ഗാർഡനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ബോറോ ചെയ്തതാണെന്ന് പറയാം. ദ പേർഷ്യൻ ഗാർഡൻ വേർ ലേഡ് ഔട്ട് ബൈ കട്ടിംഗ് ടെറസസ് ഓൺ ഹിൽ സ്ലോപ്പ്. എന്താണ് പേർഷ്യൻ ഗാർഡൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിൽ സ്ലോപ്പിൽ ഒരു കുന്നിൻ ചരിവിൽ കുറേ ടെറസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു ഗാർഡൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഹിൽ സ്ലോപ്പിൽ ഒരു കുന്നിൽ പല ടെറസുകളായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഗാർഡൻസ് കൺസ്ട്രക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. Natural water courses were cleverly handled to form small waterfalls, ripples, fountains, etc. ഇവിടെ മുഗൾ ഗാർഡൻസിൽ വാട്ടർ കോഴ്സസുകൾ വെള്ളം എങ്ങനെയാണ് ക്ലവർലി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. ബുദ്ധിപരമായിട്ടുള്ള രീതിയിലാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് വെള്ളത്തെ, വാട്ടറിനെ. എങ്ങനെയാണ്? ചെറിയ സ്മോൾ വാട്ടർഫാൾസ് ആയിട്ട്, ദെൻ റിപ്പിൾസ് ആയിട്ട്, തിരകളായിട്ട്, ആൻഡ് ദെൻ ഫൗണ്ടെയിൻസ്, അതായത് ഒരു ജെറ്റ് ഓഫ് വാട്ടർ എന്ത് ചെയ്യുന്നു, എയറിലേക്ക് എന്ത് ചെയ്യുന്നു, പമ്പ് ചെയ്യുന്നത് പോലെയുള്ളത് സ്ട്രക്ചർ. ഫൗണ്ടെയിൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഒരു വാട്ടറിനെ അവർ ക്ലവറായിട്ട് ഹാൻഡിൽ ചെയ്തിരിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? ആസ് വാട്ടർഫാൾസ് ആൻഡ് റിപ്പിൾസ്, തിരകൾ പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ വേവ്സ് പോലെ ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ദെൻ ഫൗണ്ടെയിൻസ്, ഇങ്ങനെയൊക്കെയാണ് വാട്ടറിനെ എന്തിരിക്കുന്നതെന്ന് പറയാൻ പറ്റും, വിഷ്വലൈസ് ചെയ്യുന്നത് എന്ന് പറയാം. നെക്സ്റ്റ് വൺ, there are two types of Mughal gardens. First one, park enclosure surrounding it up. അപ്പോൾ ഒരു മുഗൾ ഗാർഡൻ രണ്ട് രീതിയിലായിരിക്കാം. ഒരു പാർക്ക് വിച്ച് എൻക്ലോഷർ സറൗണ്ടിങ് എ ടോംബ് എന്ന് പറയുന്നത്. അതായത് ഒരു ടോംബിന് ചുറ്റും എന്ത് ചെയ്യുന്നു, ഒരു പാർക്ക് എന്ന രീതിയിൽ. പാർക്ക് എൻക്ലോഷേഴ്സ് സറൗണ്ടിങ് എ ടോംബ്, ഒരു ശവകുടീരം, അതിന് ചുറ്റും ഒരു പാർക്ക് എന്ന രീതിയിൽ. അതാണ് ഫോർ എക്സാമ്പിൾ താജ് ഗാർഡൻ അറ്റ് ആഗ്ര. ആഗ്രയിലെ താജ് ഗാർഡൻ അങ്ങനെയാണ്, ഒരു ശവകുടീരം അല്ലേ, അല്ലെങ്കിൽ ഒരു എന്താണെന്ന് പറയുന്ന ഒരു ടോംബ് എന്ന് പറയുന്ന ഒരു സ്ഥലം, അതായത് ഒരു സ്മാരകം, ഒരു ടോംബ്. ആ ടോംബിന് ചുറ്റും ഒരു പാർക്ക് എന്ന രീതിയിൽ ഡിസൈൻ ചെയ്യും. അങ്ങനെ മുഗൾ ഗാർഡൻസ് ഉണ്ടാവും. അതിനൊരു എക്സാമ്പിളാണ് ആഗ്രയിലെ താജ് ഗാർഡൻ. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ദർ ഇസ് നോ സച്ച് മൊനൂമെൻ്റൽ സ്ട്രക്ചർ. ഇനി എന്താണ്, ഒരു മൊനൂമെൻ്റൽ സ്ട്രക്ചർ, ഒരു സ്മാരകങ്ങളും ഇല്ലാത്ത ഒരു ഗാർഡൻ, ഒന്നും പ്രത്യേകിച്ച്, വെറും ഗാർഡൻ മാത്രം. എക്സാമ്പിൾ നിഷാന്ത് ഗാർഡൻ അറ്റ് ശ്രീനഗർ. ശ്രീനഗറിലെ നിഷാന്ത് ഗാർഡൻ എന്ന് പറയുന്ന ഒരു മൊനൂമെൻറ്റ്സും ഇല്ല, ഒരു സ്മാരകങ്ങളും ഇല്ല, അല്ലെങ്കിൽ ഒരു ശവകുടീരങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാതെ വെറും ഗാർഡൻസ് മാത്രമായിട്ടുള്ള ഒരു മുഗൾ ഗാർഡൻ എക്സാമ്പിളാണ് നിഷാന്ത് ഗാർഡൻ അറ്റ് ശ്രീനഗർ. അപ്പോൾ രണ്ട് രീതിയിലാകാം മുഗൾ ഗാർഡൻസ്. എ പാർക്ക് എൻക്ലോഷർ സറൗണ്ടിങ് എ ടോംബ്, ഒരു ടോംബിന് ചുറ്റും പാർക്ക് എന്ന രീതിയിൽ. എക്സാമ്പിൾ താജ് ഗാർഡൻ ആണ്. അടുത്തത് ഒരു മൊനൂമെൻ്റൽ സ്ട്രക്ചറും ഇല്ലാതെ ഗാർഡൻസ് മാത്രം, നിഷാന്ത് ഗാർഡൻ അറ്റ് ശ്രീനഗർ എക്സാമ്പിളാണ്. ദെൻ മുഗൾ ഗാർഡൻസ് ആർ ജനറലി സ്ക്വയർ ഇൻ പ്ലാൻ. അതായത് കറക്റ്റ് മുഗൾ ഗാർഡൻസ് ഒരു പ്ലാനിൽ സ്ക്വയർ ഷേപ്പാണ്. ഡിവൈഡ് ഇൻ ടു 4 പ്ലോട്ട്, 4 പ്ലോട്ടുകളായിട്ട് തരം തിരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ സ്ക്വയർ ഇൻ പ്ലാൻ ആൻഡ് ഇസ് ഡിവൈഡ് ഇൻ ടു 4 പ്ലോട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് മുഗൾ ഗാർഡൻസ്. ഈ മുഗൾ ഗാർഡൻസിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതേപോലെ മറ്റ് ഗാർഡൻസുകളെല്ലാം തന്നെ, ഇപ്പോൾ ഫോർമൽ ഇൻഫോർമൽ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു, അതിൻ്റെ ഓരോ ഗാർഡൻസിൻ്റെയും ഫീച്ചേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. മുഗൾ ഗാർഡൻസ് കഴിഞ്ഞിട്ടില്ല, ഇനിയും നെക്സ്റ്റ് അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്, ഫീച്ചേഴ്സ് നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം.